ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് എൻ്റെ തന്നെ ചില അനുഭവങ്ങളാണ് കേട്ടോ. എൻ്റെ മടുപ്പ് മാറ്റാൻ വെറുതെ ഇരുന്ന് സമയം വേസ്റ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിച്ചു, നമ്മൾ എന്തെങ്കിലും ചെയ്യണം ക്രിയേറ്റീവായി, മറ്റുള്ളവർക്കും അത് ഉപയോഗപ്പെടണം, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോൾ അതിന് എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് ഒരുപാട് സമയം ബാക്കിയുണ്ട്. ഒരു ദിവസത്തിൽ പല കാര്യങ്ങളും ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്കിഷ്ടമുള്ള, എന്നെ ഒരുപാട് സന്തോഷമാക്കുന്ന, മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രകൃതമാണ് എൻ്റെ സ്വഭാവം. അപ്പോൾ അതുപോലെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ വീണ്ടും യൂട്യൂബിലേക്ക് തിരിച്ചു വന്നത്. 5 വർഷത്തിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് കാലം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, പല കാരണത്താലായിരുന്നു. ഇപ്പോൾ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നാളെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള ചിന്ത മനസ്സിൽ വരുമ്പോൾ നല്ല ആക്റ്റീവാകും, ക്ഷീണമെല്ലാം പുറത്തു പോകും. അത് പിന്നെ നമ്മളെ ബാധിക്കുന്നില്ല, അനാവശ്യ ചിന്തകൾ നമ്മളെ അലട്ടുന്നില്ല. നമുക്ക് നാളെ ഇടാനുള്ള വീഡിയോയെക്കുറിച്ച് മാത്രമാകും എൻ്റെ ചിന്ത. അപ്പോൾ അത് എഴുതി വയ്ക്കുക, അതിനുള്ള തയ്യാറെടുപ്പ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, എല്ലാവർക്കും ഹിഡനായ ടാലൻസുകൾ ഉണ്ടാവും, അല്ലയോ? വീട്ടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടരുത് ആരും തന്നെയും. ഇപ്പം നമുക്ക് ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലിയോ ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ ധാരാളം സമയം കണ്ടെത്താം വീട്ടിലല്ലയോ? അപ്പം നമ്മൾ ബോറടിക്കില്ല. ചില ആൾക്കാർക്ക് സിനിമയോ TV സീരിയലോ ഒന്നും കാണുന്നത് ഇഷ്ടമല്ലായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അവരുടെ ഒഴിവ് സമയങ്ങളിൽ എന്തെങ്കിലും കലാപരമായ സൃഷ്ടികളിൽ ആകൃഷ്ടരാവുകയും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. നമുക്ക് ഉന്മേഷവും സന്തോഷവും തരുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക. നമുക്ക് എന്തെല്ലാം ചെയ്യാം അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പാഴ്വസ്തുക്കളിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്യൂറിയോസ് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ചിത്രങ്ങൾ വരയ്ക്കാം, അല്ലെങ്കിൽ പാചക ക്ലാസ്സുകൾ ചെയ്യാം, അല്ലെങ്കിൽ ഡാൻസ് ക്ലാസ്സുകൾ ചെയ്യാം, അല്ലെങ്കിൽ കുക്കിംഗ് ക്ലാസ്സുകൾ ചെയ്യാം. എന്തെല്ലാം ചെയ്യാം അല്ലേ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ പുറത്ത് കൊണ്ടുവന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇത് മറ്റുള്ളവരെ സഹായിക്കാനും നമുക്കൊരു വരുമാനം സ്വന്തമായിട്ടുണ്ടാക്കാനും സഹായിക്കും. എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? എന്തുകൊണ്ട് നമ്മൾ കിച്ചൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നു? നമ്മളുടെ ഹിഡൻ ടാലൻസ് പുറത്തു കൊണ്ടുവരിക. എല്ലാവർക്കും പല വിധത്തിലുള്ള ടാലൻസാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവരവരുടെ അഭിരുചി അനുസരിച്ച് ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ 1 2 പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലോപ്പായി പോയെന്ന് വയ്ക്കും. ഫ്ലോപ്പായാലും കുഴപ്പമില്ല, കാര്യം ഒരു ഫ്ലോപ്പിൽ കൂടിയാണ് നമ്മൾ വിജയത്തിലെത്തുക. അതുകൊണ്ട് നമ്മൾ വീണ്ടും ശ്രമിക്കുക. ചില ആർട്ടിസ്റ്റുകളുണ്ട്, വരയ്ക്കാൻ നല്ല കഴിവുള്ളവരാണ്, അവർ വരയ്ക്കാറില്ല. ചിലർ പെയിൻറ്റിങ് ചെയ്യും, ചിലർ നല്ല നല്ല തയ്യലുകളും തുന്നലുകളും ചെയ്യും. എന്തെല്ലാം കലകളുള്ള വാസനകൾ നമ്മൾ പുറത്തു കൊണ്ടുവരിക, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്കൊരു വരുമാനം ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മുടെ കഴിവിനെ പുറത്ത് കൊണ്ടുവരുവാൻ ഒരു എക്സിബിഷൻ നടത്താം. അങ്ങനെ പലതിലും നമ്മൾ ആക്റ്റീവ് ആവാം അല്ലേ? നമ്മുടെ സമയം നമുക്ക് പ്രയോജനപ്പെടുത്തുക. നമ്മുടെ സമയം വാല്യുബിളാണ്, അത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുത്തി നമുക്കും ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കുക. ചില ആൾക്കാർ തിങ്ക് ചെയ്യും, ഇനി ഇത്രയും കാലമൊക്കെ ആയില്ലേ, ഇനി എന്തിനാ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അങ്ങനെയല്ല. നമ്മളെ ആക്റ്റീവാക്കി ഇരിക്കാനും നമ്മളുടെ മനസ്സ് എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എൻഗേജ്ഡ് ആയിട്ടിരിക്കാനും വേണ്ടി നമ്മൾ എപ്പോഴും എന്തെങ്കിലും ചെയ്യുക. കാര്യം നമ്മളെ മൈൻഡ് ബിസി ആയിരിക്കും. അപ്പോൾ എന്താ പറ്റുക എന്ന് വെച്ചാൽ, നമ്മളുടെ ശാരീരിക അസ്വസ്ഥതകളോ നമ്മളെ വോറീസോ നമ്മളെ ഒരിക്കലും വോറി ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സമയമില്ല. നമ്മുടെ കഴിവുകൾ പുറത്തോട്ട് വരാൻ വെമ്പൽ കൊള്ളുകയായിരിക്കും. ആ കഴിവുകളെ പുറത്ത് കൊണ്ടുവന്ന് നമ്മൾ അംഗീകാരം നേടേണ്ടിടത്ത് തീർച്ചയായിട്ടും അംഗീകാരം നേടുക.
അത് നമ്മൾ സ്വീകരിക്കുക. അങ്ങനെ നമ്മൾ സന്തോഷവതിയായി ജീവിക്കുക, അല്ലെങ്കിൽ സന്തോഷവാനായി ജീവിക്കുക. ഈ ലോകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് എല്ലാവർക്കും ഗുഡ് ലക്ക്. അവരവരുടെ സമയം പാഴാക്കാതെ അവരവരുടെ ടാലൻസ് പുറത്തു കൊണ്ടുവരിക, സന്തോഷിക്കുക. Good luck for everyone, and thank you for watching, and see you soon with another vlog. Till then, bye for now. Take care.